നല്ല തീരുമാനങ്ങളാണ് പലപ്പോഴും നല്ല ജീവിതത്തെ സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം സച്ചിൻ തെണ്ടുൽക്കറിൻ്റെയും വിനോദ് കാംബ്ലിയുടെയും ജീവിതത്തെക്കുറിച്ച് ധാരാളം വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു. സത്യത്തിൽ സച്ചിൻ തെണ്ടുൽക്കറും വിനോദ് കാംബ്ലിയും എല്ലാം ഈ ലോകത്തിലേക്ക് വന്നത് വിജയിക്കാനും നല്ലവരാകാനും ഒക്കെ തന്നെയാണ്. പക്ഷേ ചിലർക്കത് കഴിയുന്നു, ചിലർക്കത് കഴിയാതെ പോകുന്നു. എന്തൊക്കെയാണ് നമുക്ക് മാതാപിതാക്കളെന്ന നിലയിൽ, വിദ്യാഭ്യാസ രംഗത്തുള്ളവരെന്ന നിലയിൽ കുട്ടികളിലേക്ക് നിക്ഷേപിക്കാൻ കഴിയുന്ന, അവർക്ക് സുസ്ഥിരമായൊരു വളർച്ചയ്ക്ക് വേണ്ടി ഒരു അടിസ്ഥാനം ഒരുക്കാൻ കഴിയുന്നത്? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ ചർച്ച ചെയ്ത ഒരു ചിത്രവും അതിൻ്റെ അടിക്കുറിപ്പും വളരെ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. വിനോദ് കാംബ്ലിയും സച്ചിൻ തെണ്ടുൽക്കറും രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചു. വലിയ പ്രതിഭകളായിരുന്ന രണ്ട് കുട്ടികൾ. ഒരാൾ ക്രിക്കറ്റിൻ്റെ ദൈവമായി മാറി, മറ്റേയാൾ ജീവിതത്തിൽ തന്നെ വലിയ ദുരന്തമായി അവസാനിച്ചു. ഇതിനെക്കുറിച്ചാണ് ആ വാർത്ത. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ആഘോഷിക്കുമ്പോൾ എല്ലാവരും വിനോദ് കാംബ്ലിയെ എന്ന വ്യക്തിയെ കുറ്റം പറയുമ്പോൾ വേറൊരു ചിന്തയുടെ എന്നോട് ചേർത്ത് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് നമുക്ക് കിട്ടുന്ന ഭവന അന്തരീക്ഷവും, നമുക്ക് കിട്ടുന്ന ഹെറിഡിറ്റിയും, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന പേരൻറ്റിങ്ങും സ്കൂളിങ്ങും സാമൂഹിക സാഹചര്യങ്ങളും ഒക്കെ. ഇത് രണ്ട് വ്യക്തികളിൽ രണ്ട് തരത്തിലായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. നമ്മൾ സച്ചിൻ തെണ്ടുൽക്കറിന് വളരെ അനുഗ്രഹമായ സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങി വരുമ്പോൾ അതൊരു ഭാഗ്യമാണ്, പുണ്യമാണ്. എന്നാൽ വിനോദ് കാംബ്ലിയും ചീത്തയാവാനായിട്ട് ജനിച്ചതല്ല, ചീത്തയാവാനായിട്ട് വളർന്നതല്ല. പക്ഷേ സാഹചര്യങ്ങൾ വിനോദ് കാംബ്ലിയെ വ്യത്യസ്തമായൊരവസ്ഥയിൽ എത്തിച്ചു എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെയൊക്കെ കുട്ടികളെ വളർത്തുമ്പോൾ, ഞാനിത് പറയാൻ കാരണം നമ്മുടെയൊക്കെ പേരൻറ്റിങ്ങിൽ നമുക്ക് കഴിയുന്നത്ര നമ്മുടെ കുട്ടികൾ ജീവിതത്തിൽ കുറഞ്ഞു പോകാതിരിക്കാനായി, വീണു പോകാതിരിക്കാനായി നമുക്ക് എന്തെല്ലാം ഈ സമയത്ത് ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വിനോദ് കാംബ്ലിയായി മാറണോ, സച്ചിൻ തെണ്ടുൽക്കറായി മാറണോ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഇത്രയേ ഉള്ളൂ. ഒരാൾ ജീവിതത്തിൽ വിജയിക്കുന്നു, മറ്റേയാൾ ജീവിതത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു പോകുന്നു. രണ്ടുപേരും പ്രതിഭകളായിരുന്നു, രണ്ടുപേരും ക്രിക്കറ്റിൻ്റെ ആദ്യകാലങ്ങളിലെ A+കാരാണ്. അപ്പോൾ മാർക്ക് വാങ്ങിക്കുന്നതും മിടുക്കനാവുന്നതും ഒക്കെ, കഴിവുണ്ടാവുന്നതുമൊക്കെ ഒരു കാര്യം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വേറെ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ല തീരുമാനങ്ങളാണ് ജീവിതത്തിൽ നല്ല ജീവിതത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് എത്ര ബുദ്ധിയുണ്ട്, എത്ര കഴിവുണ്ട്, എത്ര പ്രാഗൽഭ്യതയുണ്ട്, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ജീവിതത്തിലെടുക്കുന്ന ഓരോ തീരുമാനങ്ങളുമാണ് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ നല്ല തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഒരുപക്ഷെ കുറച്ച് അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. നല്ല ജീവിതത്തെ, നല്ല തീരുമാനത്തെ എന്തൊക്കെയാണ് സ്വാധീനിക്കുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ഏറ്റവും പ്രധാനമായിട്ട് ഒരാളുടെ മൂല്യങ്ങളാണ്. നമ്മളാരും മൂല്യങ്ങൾക്ക് ട്യൂഷൻ കൊടുക്കാറില്ല. നല്ല മൂല്യബോധം ഒരു കുട്ടിയിലുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിലെടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം ആ മൂല്യപരമായി അത് ഉയർന്നു നിൽക്കും. അതുപോലെ തന്നെ അറിവ്, ഒരു മനുഷ്യൻ്റെ അറിവ്, ഇപ്പോൾ ഹ്രസ്വമായ അറിവുകളുള്ളവരും വലിയ ഉയർന്ന അറിവുകളുള്ളവരുമുണ്ട്. കാഴ്ചപ്പാടിലെ വ്യത്യാസം, ഒരാളുടെ എമ്പതി, സെൻസിറ്റിവിറ്റി, പേഴ്സണാലിറ്റി, പ്രധാനമായൊരു കാര്യമാണ് മെൻ്റൽ ഹെൽത്ത്. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനൊക്കെ അനുസരിച്ചാണ് നമ്മുടെ തീരുമാനങ്ങൾ വരുന്നത്. വളരെ റിസ്ക് എടുത്തൊക്കെ മുമ്പോട്ട് പോകുന്ന ചില ആൾക്കാരുണ്ട്, വളരെ കഠിനമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. പേഷ്യൻസും പെർസിവറൻസും, ഒരു കാര്യത്തിന് വേണ്ടി നിരന്തരമായി പോരാടാനുള്ള കഴിവ്, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ തന്നെ പലതിനെയും പ്രതിരോധിച്ച് നിൽക്കാനുള്ള കഴിവ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ തെറ്റായ പല കാര്യങ്ങളും, പല പ്രലോഭനങ്ങളും, പല തെറ്റായ വഴികളും, പെട്ടെന്നുള്ള സന്തോഷവും പെട്ടെന്നുള്ള സുഖവും ഒക്കെ നമ്മളെ തേടി വരുമ്പോൾ അവിടേക്കൊരു ബിഗ് നോ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ എല്ലാ കുട്ടികൾക്കും കഴിഞ്ഞു എന്ന് വരില്ല. അവിടെയൊക്കെയാണ് പ്രതിഭകളായ കുട്ടികൾ ചിലപ്പോൾ വീണുപോകുന്നത്. അപ്പോൾ ഈ വീണുപോകുന്ന കുട്ടികൾ സംബന്ധിച്ച് അവർക്ക് ചില കാര്യങ്ങളിലൊക്കെ കുറവുകളുണ്ട്. അപ്പോൾ സമഗ്രമായ ഒരു വളർച്ച കിട്ടുന്ന വ്യക്തിയും അനുകൂലമായ സാഹചര്യങ്ങൾ കിട്ടുന്ന വ്യക്തിയും അത് കിട്ടാതെ പോയ വ്യക്തികളും തമ്മിൽ ജീവിതത്തിൽ എത്തിച്ചേരുന്നത് ചിലപ്പോൾ രണ്ട് സ്ഥലങ്ങളിലായിരിക്കും. അതിനെക്കുറിച്ചാണ് ഞാൻ ഇതിൽ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ഉയർന്ന മാനസികാരോഗ്യത്തിലും ഉയർന്ന വ്യക്തിത്വത്തിലും അതുപോലെ തന്നെ സമഗ്രമായ നൈപുണ്യവും ഒക്കെ അവർക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പേരൻറ്റിങ്ങിലൊക്കെ അതിൽ വലിയൊരു ഇടപെടൽ ആവശ്യമാണ്. സ്കൂൾ
സ്കൂളുകളിലൊക്കെ നമ്മൾ എടുക്കുക. ഇന്ന് സ്കൂളുകളിലൊക്കെ കാണുന്നത് എല്ലാവരും എങ്ങനെയെങ്കിലും കുറേ മാർക്ക് വാങ്ങിപ്പിക്കുക, വർഷത്തിൻ്റെ ആദ്യം ഒരു ബാനറിൽ കുറേ കുട്ടികളുടെ പടം വയ്ക്കുക. ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. വിനോദ് കാംബ്ലിയുടെയും പടം ആ സ്കൂളിന് മുമ്പിൽ പല പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇപ്പോൾ ആരും വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിച്ച് വിടുമ്പോൾ ആ കുട്ടിക്ക് പ്രതിഭയുണ്ടായതുകൊണ്ടോ മാർക്കുണ്ടായതുകൊണ്ടോ കുറേ കഴിവുകളുണ്ടായതുകൊണ്ടോ മാത്രം കാര്യമില്ല. അതുപോലെ തന്നെ ഒരു ഘടകമാണ്. അതുപോലെ സ്കൂളുകളിലൊക്കെ വ്യക്തിത്വ വികസനത്തിനൊരു സമയമുണ്ട്. പ്രത്യേകിച്ച് ഒരു ഏർലി ടീനേജ് ടൈം വ്യക്തിത്വ വികസനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണ്. മൂല്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അധ്യാപകരൊക്കെ ആ മൂല്യത്തെ പ്രതിഫലിപ്പിക്കുന്നവരും ആ മൂല്യത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നവരും അതിലൊക്കെ വലിയ ആകാംക്ഷയുള്ളവരും വളരെ സെൻസിറ്റീവായിട്ടുള്ളവരും ഒക്കെ ആണെങ്കിൽ കുട്ടികളിൽ ആ മൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള വലിയ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊന്നും ഇന്നത്തെ കാലത്തൊരു വിഷയമല്ല. ആർക്കും അധ്യാപകനാകാം, ആർക്കും പഠിപ്പിക്കാം. ഏത് തോന്നിവാസം കാണിച്ചാലും ഒന്നും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു സമൂഹത്തിൽ കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. സ്കൂളുകളിൽ തന്നെ നല്ല മൂല്യങ്ങളെ കാണിക്കുന്നവർക്കൊരു പ്രൈസ് കൊടുക്കുമോ, അങ്ങനെയുള്ള കുട്ടിക്ക് ഒരു 10ാം ക്ലാസ് വരെ നല്ല മൂല്യബോധത്തോടുകൂടി സ്കൂളിൽ ഉണ്ടായിരുന്ന കുട്ടികളെ ഒന്ന് അഭിനന്ദിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനമുണ്ടോ? ഒന്നുമില്ല. അപ്പം മൂല്യം കുട്ടികളിൽ വരണമെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ഉണ്ടാവണം. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വേറൊരു വലിയ വിഷയമാണ്. കുട്ടികളുടെ വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത്, സമഗ്രമായ വ്യക്തിത്വ വികസനം എന്ന് പറയുമ്പോൾ അവിടെ സാമൂഹികപരമായ കാഴ്ചപ്പാട്, അതുപോലെ തന്നെ ചരിത്രബോധം, സാമൂഹിക ബോധം, പരിസ്ഥിതി ബോധം, അങ്ങനെ ഒരുപാട് ബോധങ്ങൾ, അതുപോലെ തന്നെ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ഒരു കരുത്ത്, തെറ്റിനോട് പ്രതിരോധിച്ച് നിൽക്കാനും തെറ്റിൽ നിന്ന് മാറി നിൽക്കാനും വിട്ടുപോകാനും നോ പറയാനും ഒക്കെയുള്ളൊരു കരുത്തൊക്കെ കുട്ടികളിൽ സൃഷ്ടിക്കണമെങ്കിൽ, വ്യക്തിത്വ വികസനവും ലീഡർഷിപ്പ് ക്വാളിറ്റീസും ഒക്കെ കുട്ടികളിൽ സൃഷ്ടിക്കണമെങ്കിൽ അതിനൊക്കെയുള്ള വലിയ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസത്തിലുണ്ടാവണം. നമ്മൾ കൂടിയ സ്കൂളൊക്കെ തേടി പോകാറുണ്ട്. ഒരുപാട് പൈസ കൊടുത്ത് വലിയ സ്കൂളുകൾ വാങ്ങിക്കുമ്പോൾ പലപ്പോഴും വലിയ സ്കൂളുകളിലൊക്കെ ഒരു ബ്രോയിലർ ചിക്കനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അത് ഇത്തരത്തിലൊക്കെ വീണുപോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. ഒരുപക്ഷെ വിനോദ് കാംബ്ലിയുടെയും സച്ചിൻ തെണ്ടുൽക്കറിൻ്റെയും ഒന്നും സാമൂഹിക അവസ്ഥയല്ല ഇന്നുള്ളത്. അതിനേക്കാളൊക്കെ ഒരു 100 മടങ്ങ് തെറ്റിപ്പോകാനുള്ള സാധ്യതയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികളൊക്കെ വളർന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ വീണു പോകാൻ അനുവദിച്ചു കൊടുക്കാതെ, തെറ്റിപ്പോകാൻ അനുവദിച്ചു കൊടുക്കാതെ വളർത്തിയെടുക്കണമെങ്കിൽ സ്കൂളിങ്ങിലൊരു വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ വലിയ പങ്കുണ്ട്. വീടുകളിലൊക്കെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കണം. കുറേ ട്യൂഷനും കോച്ചിങ്ങും കൊടുത്ത് കുട്ടിയെ അങ്ങ് വലുതാക്കി കളയാമെന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ വലിയ അപകടമാണ്. അതുപോലെ തന്നെ ഈ ട്യൂഷനും കോച്ചിങ്ങിനൊക്കെ അപ്പുറം കുട്ടികൾക്ക് ജീവിതത്തെ പറ്റിയുള്ള നല്ല കാഴ്ചപ്പാടും ദർശനമൊക്കെ കൊടുക്കാൻ മാതാപിതാക്കൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. മാതാപിതാക്കൾ ക്വാളിറ്റി ടൈം കുട്ടികളോടൊപ്പം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള നല്ല ചർച്ചകളൊക്കെ അവരുമായിട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇന്നും ഒരു പേരൻറ്റ് വിളിച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് നല്ല കഴിവുണ്ട് സാർ, പഠിക്കാൻ താല്പര്യമില്ല, ഫോണ് കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? അവരുടെ ആ കാഴ്ചപ്പാട് വളരെ താഴെയാണ് നിൽക്കുന്നത്. ജീവിതത്തെ പറ്റിയുള്ള അവരുടെ ചിത്രം വളരെ ചെറുതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഉയർന്ന കാഴ്ചപ്പാടിലേക്ക് കുട്ടിയെ ഉയർത്തിക്കൊണ്ട് വന്നാൽ തീർച്ചയായിട്ടും ഇന്നത്തെ സുഖത്തിൻ്റെയൊക്കെ പുറകിന് പോകാതെ, ഇന്നത്തെ ഒരു എൻ്റർടൈൻമെൻറ്റിന് മാത്രം നിൽക്കാതെ നാളെ എനിക്ക് കുറച്ചുകൂടെ വലിയൊരു നിലയിൽ എത്തണമെന്നൊക്കെയുള്ളൊരു ആഗ്രഹം കുട്ടികളിലുണ്ടാവും. അതുപോലെ തന്നെ ലോകത്ത് ഉയർന്ന നിലയിലൊക്കെ എത്തിയിട്ടുള്ള ധാരാളം ആൾക്കാരെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇപ്പോൾ ഈ വിനോദ് കാംബ്ലിയുടെയും സച്ചിൻ തെണ്ടുൽക്കറിൻ്റെയും ഒക്കെ കഥ കുട്ടികളെ സംബന്ധിച്ച് അവരൊക്കെ അറിയേണ്ടതാണ്. എന്താണ് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്? ചിലരൊക്കെ വലിയ പ്രതിഭകളായിരുന്നിട്ട് പോലും നശിച്ചു പോകുന്നു, ചിലരൊക്കെ ആ പ്രതിഭയെ നിലനിർത്തുന്നു. ഒരിക്കൽ സുനിൽ ഗവാസ്കർ പറഞ്ഞ ഒരു ചിന്ത ഇതിനു മുമ്പ് ഞാൻ പങ്കുവച്ചിട്ടുള്ളതാണ്. ഒരു പ്രതിഭയാകാൻ, വലിയൊരാളാവാൻ എളുപ്പമാണ്, പക്ഷെ അത് നിലനിർത്താൻ വളരെ വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിവുള്ളത് കൊണ്ടോ പ്രതിഭയുള്ളത് കൊണ്ടോ മാത്രം നമ്മൾ ആ ഒരു നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്നില്ല. നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ശക്തമായ വ്യക്തിത്വവും നേതൃത്വ ഗുണവും മൂല്യബോധവും പ്രതിരോധ ശക്തിയും ഒക്കെ നമുക്കുണ്ടെങ്കിലേ അത് സാധ്യമാവുള്ളൂ. അപ്പോൾ അത്തരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ ഒക്കെ ചെറിയ പ്രായത്തിൽ തന്നെ അവരിൽ അത്തരത്തിലുള്ള ശക്തികൾ ഉണ്ടാക്കി കൊടുക്കാൻ അതിനുവേണ്ട പരിശീലനങ്ങൾ, ട്രെയിനിങ്ങുകൾ, കൗൺസിലിങ്ങുകൾ ഇതൊക്കെ കൂട്ടിക്കൊണ്ടുവരണം. അതൊക്കെ കൂടുന്നില്ല, അതൊക്കെ കുറഞ്ഞു പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂള് എൻ്റെ ഒരു മാനേജർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്കൊരാഗ്രഹമുണ്ട് അവിടെ പക്ഷേ ടീച്ചേഴ്സ് ആരും സമ്മതിക്കുന്നില്ല, പോർഷൻ തീരാനുണ്ട്, അവർക്ക് ഇതിനൊന്നും ഇനി സമയമില്ല, അങ്ങനെയൊന്നും ഒരു ദിവസം പോലും നമുക്ക് കളയാനില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ഈ പോർഷൻ എല്ലാം പഠിച്ചിട്ട് ഈ കുട്ടികൾ എവിടെയാണ് അവസാനം എത്തിച്ചേരുന്നത്? പോർഷൻ മാത്രം തീർന്നാൽ മതിയോ? പോർഷൻ വളരെ ആവശ്യമാണ്. സിലബസ് എല്ലാം
കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, കുട്ടികളെയും കൂടെ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അവർ ജീവിതത്തിൽ വീണു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. അത്തരത്തിലുള്ള കാര്യം വളരെ ചിന്തിച്ചുകൊണ്ട് മാതാപിതാക്കളും അധ്യാപകരും അതുപോലെ തന്നെ സ്കൂൾ സംവിധാനങ്ങളും സമൂഹത്തിലും നമ്മൾ ഇത്തരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. കുഞ്ഞുങ്ങൾക്ക് കാഴ്ചപ്പാടും ദർശനവും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന, അവരെ വലിയ രീതിയിലേക്ക് ചിന്തിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനം തന്നെ സമൂഹത്തിലുണ്ടാണ്. APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ സ്മോൾ എയിം ഈസ് എ ക്രൈം. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കമ്പോളത്തിന് ഹ്രസ്വമായ കാഴ്ചപ്പാടുള്ള ഷോർട്ട് സൈറ്റഡ്നെസ് ഉള്ള ആൾക്കാരെയാണ് ആവശ്യം. കാരണം എങ്കിലേ ഇന്ന് വിൽക്കാൻ വെച്ചിരിക്കുന്ന പല സാധനങ്ങളും വിറ്റുള്ളൂ. അപ്പോൾ ഈ കച്ചവടത്തിന് പറ്റുന്ന രീതിയിൽ നമ്മളൊരു സമൂഹത്തിനെ രൂപപ്പെടുത്തി എടുക്കുകയാണ്. പക്ഷെ അത് ലോങ് റണ്ണിൽ വലിയൊരു ദുരന്തമായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലിവിങ്.